ഏതൊരു വ്യക്തിയുടെയും ജീവിതം രൂപപ്പെടുത്തുന്നത് അദ്ദേഹത്തിൻ്റെ ചിന്തകളാണ്. അതുകൊണ്ട് താൻ എന്ത് ചിന്തിക്കുന്നു എന്നതിനെക്കുറിച്ച് ഓരോ വ്യക്തിയും വളരെ ശ്രദ്ധാലുവായിരിക്കണം. നമ്മെ സ്വാധീനിക്കുന്ന ചില വ്യക്തികളും ഘടകങ്ങളുമുണ്ട്. അവ നമ്മുടെ ചിന്തകളെയും നമ്മിൽ രൂപപ്പെടുന്ന ആശയങ്ങളെയും നമ്മുടെ ജീവിതത്തെ തന്നെയും എങ്ങനെ സ്വാധീനിക്കുന്നുവെന്നും രൂപാന്തരം വരുത്തുന്നുവെന്നും നാം വിലയിരുത്തണം. ഏതെങ്കിലും വ്യക്തികളോ സാഹചര്യങ്ങളോ തെറ്റായ ചിന്തകളിലേക്കും ജീവിത ശൈലിയിലേക്കും നമ്മെ നയിക്കുന്നു എന്ന് ബോധ്യമായാൽ ആ വ്യക്തിയിൽ നിന്നും സാഹചര്യത്തിൽ നിന്നും പൂർണ്ണമായി ഒഴിഞ്ഞു മാറണം. വിവേചനം കൂടാതെ അവിവേകമായ ചിന്തകൾക്ക് ഹൃദയത്തിൽ ഇടം കൊടുക്കരുത്. തെറ്റായ കൂട്ടുകെട്ട് നിമിത്തം വിവേകശൂന്യമായ തീരുമാനങ്ങൾ എടുത്ത് ജീവിതം നരകതുല്യമായി തീർന്ന നിരവധി മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട്. പ്രത്യേകിച്ച് ചെറുപ്പക്കാർ. നല്ല കുടുംബ പശ്ചാത്തലവും സാമ്പത്തിക അടിത്തറയും ഉന്നത വിദ്യാഭ്യാസവും ഉയർന്ന ജോലിയും ആരോഗ്യവും സൗന്ദര്യവും ഒക്കെയുള്ളവർ. പക്ഷേ ഇന്ന് തകർന്നു പോയ സ്വന്തം ജീവിതത്തെ സ്വയം പഴിച്ചുകൊണ്ട് വേദന തിന്ന് ജീവിക്കുന്നു. വിവേചനം കൂടാതെയുള്ള ചിന്തകളും അതുമൂലം വിവേകം കൂടാതെ എടുത്ത തീരുമാനങ്ങളുമാണ് അവരിൽ പലരെയും തകർത്ത് കളഞ്ഞത്. പ്രലോഭനങ്ങൾ എല്ലാ മനുഷ്യർക്കുമുണ്ട്. തെറ്റായ പ്രലോഭനങ്ങളെ അതിജീവിക്കുന്നവരാണ് ജീവിതത്തിൽ വിജയം നേടുന്നത്. 119 സങ്കീർത്തനം 37 വാക്യത്തിൽ ഭക്തൻ്റെ പ്രാർത്ഥന ഇങ്ങനെയാണ്: വ്യാജത്തെ നോക്കാതെ വണ്ണം എൻ്റെ കണ്ണുകളെ തിരിച്ച് നിൻ്റെ വഴികളിൽ എന്നെ ജീവിപ്പിക്കണമേ. ഒരു കാര്യം തിരിച്ചറിയുക: ദൈവത്തിനൊരിക്കലും തിരക്കുകളില്ല. ദൈവം ഏത് സമയത്തും നമുക്കായി കാത്തിരിക്കുന്നു. നാം കാക്ഷിക്കുന്ന ഏത് നിമിഷവും ദൈവത്തിൻ്റെ സമയമാണ്. നമുക്ക് ദൈവത്തോടൊപ്പമായിരിക്കാൻ ദൈവം ഒരുക്കുന്ന സമയം. ക്രിസ്തുവിനോട് ചേർന്നുള്ള ജീവിതമാണ് വിജയപ്രദവും സന്തോഷപൂർണവും എന്ന് നാം തിരിച്ചറിയണം. ഫിലിപ്പിയ ലേഖനം 4 വാക്യത്തിൽ കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീനെന്ന് എഴുതിയിരിക്കുന്ന അതേ പൗലോസ് അപ്പോസ്തലൻ വീണ്ടും മുന്നറിയിപ്പ് എന്ന പോലെ നമ്മോട് പറയുകയാണ്. ഫിലിപ്പിയ ലേഖനം 4 വാക്യത്തിൽ: ഒടുവിൽ സഹോദരന്മാരെ, സത്യമായത് ഒക്കെയും ഘനമായത് ഒക്കെയും നീതിയായത് ഒക്കെയും നിർമ്മലമായത് ഒക്കെയും രമ്യമായത് ഒക്കെയും സൽകീർത്തിയായത് ഒക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചുകൊള്ളുവീൻ. സ്നേഹിതരെ, നാം എന്ത് ചിന്തിക്കണം? സ്വാതന്ത്ര്യം നമുക്കുള്ളതാണ്. മനസ്സിനും ശരീരത്തിനും പ്രത്യേകം ആസ്വാദ്യകരമെന്ന് തോന്നുന്ന ഇക്കിളിപ്പെടുത്തുന്ന ചിന്തകൾ ഒരുപക്ഷെ നമ്മെ കീഴ്പ്പെടുത്താം. മറ്റാരെയൊക്കെയോ തകർത്തുകൊണ്ട് എന്തൊക്കെയോ വെട്ടിപ്പിടിക്കാമെന്ന മോഹത്തോടെ സ്വാർത്ഥതയിൽ നിന്ന് ഉയർന്നു വരുന്ന ചില ചിന്തകൾക്കും നാം കീഴ്പ്പെട്ടുവെന്ന് വരാം. പക്ഷേ അതൊന്നുമല്ല. ദൈവഹിതപ്രകാരം നാം ആരായിത്തീരാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവഹിതപ്രകാരമുള്ള ചിന്തകൾക്ക് നമ്മുടെ ഹൃദയത്തിൽ ഇടം കൊടുക്കാൻ കഴിയട്ടെ. അതെ, നമ്മുടെ ചിന്തകൾക്കൊരു കടിഞ്ഞാണിടാം. വേണ്ടത് മാത്രം ചിന്തിക്കാം.